ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുമ്പോൾ പാർലമെന്റിന്റെ ഇരുസഭകളും വമ്പൻ പ്രതിഷേധങ്ങൾക്ക് വേദിയാകാനാണ് സാധ്യത. മണിപ്പൂരിലെ രാഷ്ട്രപതി ഭരണം സർക്കാരിനെതിരെയുള്ള വലിയ ആയുധമായി കോൺഗ്രസ് ഉയർത്തും. മണിപ്പൂരിൽ പ്രധാനമന്ത്രി ഒരു തവണയെങ്കിലും പോയോ എന്ന ചോദ്യം കോൺഗ്രസ് വീണ്ടും ഉന്നയിക്കും. വഖഫ് ബില്ല് ഇരുസഭകളും പാസാക്കി വേഗത്തിൽ നിയമമാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. അതിശക്തമായ പ്രതിഷേധം യോജിപ്പോടെ നടത്താൻ ഇന്ത്യ സഖ്യ പാർട്ടികൾ തീരുമാനിച്ചിട്ടുണ്ട്. 2 സംസ്ഥാനങ്ങളിലായി താമസിക്കുന്ന ആളുകൾക്ക് വോട്ടർ ID കാർഡിൽ ഒരേ നമ്പർ വരുന്നത് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് എന്ന് തൃണമൂൽ കോൺഗ്രസ് ആരോപിച്ചിരുന്നു. എന്നാൽ പിന്നാലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ വിശദീകരണം പ്രതിപക്ഷ പാർട്ടികൾ മുഖവിലേക്ക് എടുത്തിട്ടില്ല. ഈ വിഷയം പാർലമെന്റിൽ തൃണമൂൽ കോൺഗ്രസ് തന്നെ ഉന്നയിക്കും. കോൺഗ്രസ് ഉൾപ്പെടെ മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളുടെയും പിന്തുണ തൃണമൂലിനുണ്ട്. അമേരിക്ക ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് നികുതി കുറയ്ക്കുമെന്ന് ഇന്ത്യ ഉറപ്പു നൽകിയെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന പാർലമെന്റിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിടും. ആരാണ് ട്രംപിന് ഉറപ്പു നൽകിയതെന്ന ചോദ്യവും ഇന്ത്യൻ കർഷകരെ വഞ്ചിക്കാനാണോ സർക്കാരിന്റെ തീരുമാനമെന്ന ചോദ്യവും പ്രതിപക്ഷത്തു നിന്ന് ശക്തമായി ഉയരും. ഏപ്രിൽ 4 വരെയാണ് പാർലമെന്റ് സമ്മേളനം നീളുക. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.